സ്തോത്രം സ്തോത്രം. രണ്ട് പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിലെ വിഷയങ്ങളാണ് 4-ാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ പഠിക്കുന്നത്. സ്തോത്രം. വായിച്ചോ. ഭക്തി, ജെയിംസ് 2-ന്റെ ഭക്തി എന്നല്ലേ ഞാൻ പറഞ്ഞേ? ഏതാ പറഞ്ഞേ? ഇന്ദ്രിയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തി. ഭക്തി ഭക്തി. എഫേസ്യർ 4:20 മുതൽ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. ഉപേക്ഷിച്ച് ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായി സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യൻ ധരിക്കുക. ഈ പുതിയ മനുഷ്യൻ എന്തുണ്ട്? ദൈവത്തിന്റെ സ്വഭാവമുണ്ട്. സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള പുതിയ മനുഷ്യൻ. സ്ഥിരതയോട് ഭക്തി, ഗോഡ്ലിനെസ്, ഭക്തി, ദൈവിക സ്വഭാവം. അപ്പൊ സ്വർഗത്ത് പോകണമെങ്കിൽ എന്ത് വേണം? വിശ്വാസത്തോട് വീര്യം വേണം, വീര്യത്തോട് പരിജ്ഞാനം വേണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം വേണം, ഇന്ദ്രിയത്തോട് സ്ഥിരത വേണം, സ്ഥിരതയോട് ഭക്തി വേണം, ഭക്തിയോട് സ്നേഹം. ഈ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാകണം. ഭക്തി ഉണ്ടോ ഇന്ന്? ദൈവിക സ്വഭാവമുണ്ടോ? ഗോഡിനെലസ്, ദൈവിക സ്വഭാവം. അതാ അവിടെ പറഞ്ഞത്. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവത്തിന്റെ സ്വഭാവമുള്ള പുതിയ മനുഷ്യൻ, ദൈവത്തിന്റെ രൂപം, ദൈവത്തിന്റെ മനസ്സ്. ഒരു ദൈവ പൈതലിന് വേണ്ടുന്നത് ദൈവത്തിന്റെ മനസ്സാ, ദൈവത്തിന്റെ സ്വഭാവമാ. അതാണ് ഭക്തി. ദൈവാനുമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവത്തിന്റെ സ്വരൂപം, ദൈവാനുരൂപം, രൂപം, സ്വരൂപം, സ്വഭാവം. അതെന്തൊക്കെയാ? സത്യം, നീതി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യനായി തീരണം. ഇതാണ് സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്തിൽപ്പെട്ട വിഷയം. ഇനിയെങ്കിലും മനസ്സിലാക്കാൻ. ഇത് നമ്മളിലുണ്ടോ? പ്രിയമുള്ളവരെ? ഇത് നമ്മളിലുണ്ടോ? ഇതുണ്ടാകാനാ പറയുന്നത്. ഈ 2 പത്രോസിന്റെ 2-ാം ലേഖനം 1 മുതൽ 11 വരെയുള്ള വാക്യം ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും എന്നാ അവിടെ എഴുതി വച്ചേക്കുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എങ്ങനെയായാൽ? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും കൂട്ടിക്കൊണ്ടിരുന്നാൽ എന്ത് പറ്റും? ദൈവരാജ്യത്തിലുള്ള പ്രവേശനം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ചില വിഷയങ്ങളൂടെ ഉണ്ട്. അതുകൂടി പ്രാർത്ഥിച്ച് നമ്മൾ പറഞ്ഞു നിർത്താൻ പോവാം. സ്തോത്രം. അപ്പോ ഭക്തിയുള്ളവരായിരിക്കുക. 5. 6 ഭക്തിയോട് സഹോദരപ്രീതി. സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാൻ 2:8 വായിച്ചേ. യോഹന്നാൻ അല്ല, ജെയിംസ്, ബുക്ക് ഓഫ് ജെയിംസ് 2:8, 14 മുതൽ 16. ജെയിംസ് യാക്കോബ് 2:8, 14 മുതൽ 16 ഒന്ന് വായിച്ചേ. 2:8 ഞാൻ വായിക്കുന്നു. എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നുള്ള തിരുവെഴുത്തിനൊത്തവണ്ണം രാജിക ന്യായപ്രമാണം നിവർത്തിക്കുന്നുവെങ്കിൽ നല്ലത്. സഹോദരപ്രീതിയോട് സ്നേഹം അല്ല, ഭക്തിയോട് സ്നേഹം. സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സ്നേഹം. ബ്രദർലി കൈൻഡ്നസ്, സഹോദര പ്രീതി, സഹോദര സ്നേഹം. 2:8 എന്താ എഴുതിയിരിക്കുന്നത്? എൻ്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ളത്. ഇനി 2:14 മുതലോ
സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനോ അഹവൃത്തിക്ക് വകയില്ലാത്തവനോ ആയിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തിയില്ലാത്തതാകിയാൽ സ്വതവേ നിർജീവമാകുന്നു. ഒരുത്തൻ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയിൽ ഉണ്ടെന്ന് പറയുമായിരിക്കാം, എന്നാൽ നിന്റെ വിശ്വാസം പ്രവൃത്തി കൂടാതെ കാണിച്ചു തരിക. ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തിയാൽ കാണിച്ചു തരാം. ദൈവം ഏകനും നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അപ്പൊ സഹോദരപ്രീതി എന്ന് പറഞ്ഞാൽ സഹോദരപ്രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഒരു കഷ്ടത അനുഭവിക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അവൻ്റെ കഷ്ടതയിൽ ഒരു ചെറിയ കൈത്താങ്ങൽ കൊടുക്കുക. കണ്ടില്ലെന്ന് അടിക്കുകയല്ല, എനിക്ക് കോടികളുണ്ടെന്ന് വീമ്പടിക്കുകയല്ല. പട്ടിക്ക് മീശ കളിച്ച അമ്പട്ടൻ എന്തെന്ന് പണ്ടൊരു പഴമൊഴിയുണ്ട്. പട്ടിക്ക് മീശ കളിച്ച അമ്പട്ടൻ എന്താ കാര്യം? പട്ടിയുടെ മീശ വെട്ടാനായിട്ട് അമ്പട്ടൻ പോവോ? അമ്പട്ടൻ വെട്ടുന്ന മനുഷ്യൻ്റെ മുടിയാ, നിലപത്ത് ചക്രം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ പുള്ളി കാശുള്ളതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താ കാര്യം? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? ഒരു സഹോദരന് സഹോദരിയോ നഗ്നനും അഹോവർത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവനോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുക എന്ന് പറയുക, അല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ള കൊടുക്കാതിരുന്ന ഉപകാരം എന്താ? ഈ കോടികളുണ്ടെന്ന് വീമ്പടിക്കുന്നതിൻ്റെ ഉപകാരം എന്താ? എന്ത് ഗുണം അതുകൊണ്ട്? എനിക്ക് ഇങ്ങനെയുള്ള മനുഷ്യരോട് ഒട്ടും താല്പര്യമില്ല. ഏത് വലിയ മനുഷ്യനാണെങ്കിലും ശരി, ഞാൻ ആ ബന്ധം അറുത്ത് മുറിച്ച് കളയും. ആരാണെങ്കിലും ശരി, അങ്ങനെയുള്ളവരോട്ട് കൂട്ടം എനിക്ക് വേണ്ട. അവരുടെ പണവും വേണ്ട. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഷ്ടത അനുഭവിക്കുന്നവരെ ഒരു കൈത്താങ്ങൽ. യെരിഹോവിൽ നിന്ന് യാത്ര ചെയ്ത് യെരുശലേമിൽ പോയൊരു ഒരു കഥ കർത്താവ് പറയുന്നുണ്ട്. ആ മനുഷ്യനെ എന്ത് ചെയ്തു? വഴിയരികിൽ വെച്ച് കള്ളന്മാർ ആക്രമിക്കപ്പെട്ടു. ഒരു ലേവ്യൻ വന്നു, ഒരു പുരോഹിതൻ വന്നു, കണ്ടിട്ട് കാണാതെ പോയി. അവസാന നല്ല ശമരിയക്കാരൻ എന്നിട്ട് എന്താ ചെയ്തേ? സ്വോത്ര ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയാണ് ചെയ്തത്. വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ മുറിവുകളെ കെട്ടി അവന് വീഞ്ഞ് പകർന്നു കൊടുത്തു, മുറിവുകളിൽ എണ്ണ പകർന്നു, അവനെ സംരക്ഷണം ചെയ്തു, വാഹന മൃഗത്തിൽ കയറ്റി സത്രത്തിൽ കൊണ്ടുവന്നാക്കി. സത്രം സഭയ്ക്ക് നേരില്ല. ഇന്ന് സഭയെ കൊണ്ടുവന്ന് ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരെ അറുത്ത് തിന്നുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. ഇടയ്ക്കൊരു അച്ചായൻ പറഞ്ഞു, ഞാൻ ഒത്തിരി പേരെ രക്ഷയിലേക്ക് നടത്തിയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, അവരൊക്കെ ഇപ്പം എന്ത് ചെയ്യുന്നു? അവരൊക്കെ പല സഭകളിലുണ്ട്. അവരുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു? അതൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, അവരെയൊക്കെ വെച്ച് അറുത്ത് തിന്നുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. അവരെ ഒന്നും സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയൊന്നും ആരും ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നൊന്ന് പറഞ്ഞേ. അവർ കർത്താവിൻ്റെ വരെ പോകാൻ വേണ്ടി പ്രത്യാശയോടെ ഇരിക്കുന്നൊരു ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ പോയിട്ട് അവരുമായിട്ട് കൂട്ടായ്മ ആയിരിക്കാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇന്നില്ല പ്രിയമുള്ളവരെ. ഇനി ഉണ്ടായി വരണമെന്നാണ് എൻ്റെ ചിന്ത. വെട്ടുമല ബാബു ജോൺ പാസ്റ്ററുടെ പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, ദൈവസഭയെ ഒരുക്കിയെടുക്കുക, ദൈവരാജ്യത്തിനുണ്ട് ഒരുക്കിയെടുക്കുക. അതിനെ കഠിനമായി ശാസിക്കും അദ്ദേഹം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ശാസന. ഞാനും ചെയ്യും സന്ദർഭോചിതമായി. നമ്മൾ നശിച്ചുപോകാനല്ല ശാസിക്കുന്നത്. ശാസന, തർജനം, കഠിനമായി ശാസിക്കുക, ഇതൊക്കെ ദൈവസഭയ്ക്കുള്ളതാ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സ്വത്രം, ഭക്തിയോട് സഹോദരപ്രീതി. ഒരു സഹോദരന് കഷ്ടതയിലാണെങ്കിൽ അവനെ സഹായിക്കുക. ഒരു സഹോദരൻ ഭക്ഷിപ്പാൻ ആഹാരമില്ലെങ്കിൽ നീ നിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക. നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അത് ചെയ്യാതെ തോത്രം എന്ന് പറഞ്ഞിരുന്നാൽ ആ സ്വോത്രങ്ങൾ മുഴുവൻ സൂത്രമായി മാറും. അതാ എൻ്റെ കാര്യം. ഇന്നിപ്പോൾ സംഭവിച്ചേക്കുന്നതാ. നമ്മുടെ പ്രാർത്ഥനകൾ പലതും കേൾക്കാതെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? വചന വ്യവസ്ഥ വിട്ടുള്ള പ്രാർത്ഥനകളാണ്. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഹൃദയം വെടിപ്പാക്കാൻ യെശയ്യാ പ്രവാചകൻ പറയുക. അതും പറയാനായിട്ട് പ്രയറുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം എല്ലാവരും ഒന്ന് എടുത്തോട്ടെ. യെശയ്യാ 1.
ചുമ്മാ കിടന്ന് തലയറിഞ്ഞ് പ്രാർത്ഥിച്ച് ജന്മം പാഴാക്കണ്ട. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ, നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ. നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുമ്പിൽ നീക്കിക്കളവിൻ. തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ. നന്മ ചെയ്യുവാൻ പഠിപ്പിൻ. ന്യായം അന്വേഷിപ്പിൻ. പീഡിപ്പിക്കുന്നവരെ നേർവഴിയാക്കുവിൻ. അനാഥന് ന്യായം നടത്തി കൊടുപ്പിൻ. വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. 2 കൊരിന്ത്യർ 7:14 എന്തായിരിക്കും? എൻ്റെ നാം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കണം. ഉള്ള കണ്ട പാപം മുഴുവൻ കണ്ടെയ്നറുണ്ടെങ്കിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ആര് കേൾക്കാനാ? പാപം നമ്മളിൽ ഉണ്ടാകും. അതല്ല ഏറ്റു പറഞ്ഞ് ശുദ്ധീകരണം പ്രാർത്ഥിക്കണം. എന്നാലും പ്രാർത്ഥന ദൈവം കേൾക്കത്തുള്ളൂ. സഹോദര സ്നേഹമില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുകയില്ല. സഹോദരനെ ചതിക്കുന്നവരാണ് നല്ലൊരു ശതമാനം. എനിക്കത് വളരെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. ഒരു കൈത്താങ്ങൽ കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല പ്രിയമുള്ളവരെ. സ്ഥിരതയോട് ഭക്തിയോട് സഹോദര പ്രീതി, ബ്രദർലി കൈൻഡ്നസ്. സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം ആരുമില്ല. 2 യോഹന്നാൻ 3:16 ഒന്ന് വായിച്ചു. എന്താ അവിടെ എഴുതി? ഒന്ന് വാക്യം ഒന്ന് വായിച്ച്. നമ്മൾ ജീവനൊന്നും കൊടുക്കണ്ട, വാക്യം വായിച്ചെങ്കിലും വിട്ടാൽ മതി. 2 യോഹന്നാൻ 3:16. സ്വോത്രം. അതല്ല, 2 യോഹന്നാൻ 3:16. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്ത് എന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. അത് യോഹന്നാൻ 3:16 വായിച്ചത്. ഞാൻ പറഞ്ഞത് 1 യോഹന്നാൻ 3:16. ലേഖനം ആണോ? സോറി, 1 യോഹന്നാൻ 3:16. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ സ്നേഹം എന്തെന്ന് നാം അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കും. പ്രാണനെ ഒന്നും വെച്ചു കൊടുക്കണ്ടോ? ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുത്താൽ മതി. പ്രാണനൊന്നും വെച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ഒരു നേരത്തെ ആഹാരം വെച്ച് കൊടുക്കേ. ഒരു തുണിയില്ലാത്തവനൊരു ഷർട്ട് എടുത്ത് കൊടുക്കേ. കഷ്ടത അനുഭവിക്കുന്നതിന് ഒരു 50 രൂപ കൈ വെച്ചു കൊടുത്ത് വല്ലതും കഴിക്കട്ടെ. കഷ്ടപ്പെടുന്ന സഹോദരന് ഇച്ചിരി മീനും 500 രൂപയും വെച്ചു കൊടുക്ക്. അത് തിന്നിട്ട് നന്ദി കാണിക്കില്ല, അത് ശരി. പക്ഷെ നമ്മളത് ചെയ്യേ. ഈ നന്ദി കാണിക്കുമെന്ന് ഓർത്ത് ചെയ്യരുത്. അതാണ് പറ്റിപ്പോകുന്ന തെറ്റ്. അവർ നന്ദി കാണിക്കുകയോ തിരിഞ്ഞു നിന്ന് കൊത്തുകയോ എന്തും ചെയ്തോട്ടെ, താൻ ചെയ്യാനുള്ളത് ചെയ്തേക്കുക. നാം ചെയ്യാനുള്ളത് ചെയ്തേക്കുക. അത് കർത്താവിൻ്റെ നാമത്തിൽ ചെയ്താൽ നമുക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഇപ്പം നമുക്ക് പറ്റുന്നത് എന്താണെന്നറിയോ? ഞാൻ കൊടുത്തിട്ട് അവൻ എന്നെ വിളിച്ചില്ല, അവനിവിടെ വന്ന് എന്നെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈഗോ അത് കാണണ്ട, വിളിക്കണ്ട. അവൻ നാളെ ഒരു സമയത്ത് കറങ്ങി തിരിച്ച് പിന്നെയും വരും 2 മീനിന് വേണ്ടി. അപ്പം 10 മീൻ കൊടുത്തേക്കണം, കാശും കൊടുത്തേക്കണം. അതാണ് എൻ്റെ ഭാഷ. അതാ യഥാർത്ഥ സഹോദരന്മാർ. പകയും വിദ്വേഷവും ഒന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. പെട്ടെന്ന് തീരാൻ പോവുക. ഇനി അടുത്ത സഹോദര ഭക്തിയോട് സഹോദര പ്രീതി, സഹോദര പ്രിയോട് സ്നേഹം, ചാരിറ്റി. ജാതികളെയും ദൈവമക്കളെയും ഒരുപോലെ സ്നേഹിക്കുക. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായമാണല്ലോ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം എടുക്കാം. പെട്ടെന്ന് തീരും. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം. സ്നേഹത്തെക്കുറിച്ച് അതിനേക്കാൾ വലിയ ഒരു അധ്യായം നമുക്ക് വേറെ പറയാനില്ല. ഒരു ഹിന്ദുമാർക്ക് രക്ഷിക്കപ്പെട്ടൊരു സഹോദരൻ എന്നോട് ചോദിക്കുക, ഇന്നത്തെ പാസ്റ്റർമാരും വിശ്വാസികളും അവരുടെ പുസ്തകത്തിലൊന്നും 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം ഇല്ലേ? അവരതൊന്നും വായിക്കാറില്ലേ? അത് വായിച്ച് പഠിച്ച് എത്ര പേരുണ്ടെന്നൊരു സഹോദരനോട് ചോദിക്കുക. ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു പോയി. സത്യമല്ലേ പുള്ളി പറയുന്നത്? ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ എത്രയേ. അതായത് ഡെഡായിരിക്കുന്ന സ്നേഹമാണത്. ചെമ്പും കൈത്താളവും അനക്കിയാലേ അത് അനങ്ങുള്ളൂ.
അല്ലാതെ അനങ്ങൂല. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ കൊണ്ട് വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ഹല്ലേലൂയ. അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ നീങ്ങിപ്പോകും, ഭാഷാപരമോ നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴും അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ജയിച്ചു കളഞ്ഞു. ഈ വാക്യം ഇതിൻ്റെ ഇടയിൽ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ആത്മീയ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ ദൈവസ്നേഹം ഉണ്ടാകത്തില്ല. കുഞ്ഞുങ്ങളുടെ സ്നേഹം താൽക്കാലിക സ്നേഹമാണ്. മനസ്സിലായോ? അത് കുറച്ച് നാൾ സ്നേഹിക്കുക, അത് കഴിയുമ്പോൾ വിദ്വേഷിക്കും, പിന്നെ സ്നേഹിക്കുക. അങ്ങനെയില്ല. കുഞ്ഞിനെ കുറിച്ച്, ഒരു ശിശുവിനെ കുറിച്ച് കൊരിന്ത്യർ ലേഖനം കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചാൽ, ശിശു ആരാ? ജഡീകനാ. ആത്മീയ വളർച്ചയില്ലെങ്കിൽ ജഡീകന്മാരാ. അപ്പൊ ഇന്നത്തെ വിശ്വാസികളിൽ സ്നേഹമില്ലാത്ത കാരണം വിശ്വാസികൾ ജഡീകന്മാരാ. 100%. പാസ്റ്റർമാരും അതിലുൾപ്പെടും. അതുകൊണ്ട് ദൈവസ്നേഹമില്ലാത്തത്. ഹല്ലേലൂയ. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രിയമുള്ളവരെ, സ്നേഹം, ക്ഷമിക്കുകയും സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്ന സ്നേഹം നമ്മളിലില്ലെങ്കിൽ ഒരു പ്രയോജനവും. ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് പാസ് കളിക്കാം, വിശ്വാസി കളിക്കാം, അവസാനം നരകത്തിൽ പോയി വീഴുകയും ചെയ്യും. അതുകൊണ്ട് ഊഷ്മളമായ ദൈവസ്നേഹം നമ്മളിൽ ഉണ്ടാകുവാൻ എപ്പോഴും ജാഗരൂകരായിരിക്കണമേ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹോദര ഭക്തിയോട് സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളും. ഈ 7 കൂട്ടം കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കണമെന്ന്. വിർച്വു, വീര്യമുള്ള വിശ്വാസം, നോളജ്, അറിവ്, ടെമ്പറൻസ്, ഇന്ദ്രിയജയം, പേഷ്യൻസ്, ദീർഘക്ഷമ, ഗോഡ്ലിനെസ്, ദൈവിക സ്വഭാവം, ഭക്തി. അടുത്ത 6 സഹോദരപ്രീതി, ബ്രദർലി കൈൻഡ്നസ്. 7 സ്നേഹം. ദൈവത്തെക്കുറിച്ചൊരു നിർവചനം പറയാൻ പറ്റുമെങ്കിൽ ദൈവം, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. ഇന്ന് ലോകം അറിയുന്നത് തമ്മിൽ തല്ലുന്നൊരു ഗ്രൂപ്പായിട്ടാണ് പെന്തക്കോസ്തുകാരെ കാണുന്നത്. സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് പുതുവർഷം വരാൻ പോകുകയാണ്. 2025 ജഡീക സ്വഭാവങ്ങളൊന്നും എൻ്റെ ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന നമുക്കാർക്കും, എനിക്ക് നിങ്ങൾക്കുണ്ടാകരുത്. നമ്മൾ കറതീർന്ന ദൈവമക്കളായി തീരണം. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ടിരുന്നോണം. ഇത് പ്ലസ് ചെയ്തുകൊണ്ടിരിക്കണം. ബാങ്കിൽ കിടക്കുന്ന കാശ് പ്ലസ് ചെയ്യാനല്ല പറഞ്ഞത്, ഈ ആത്മീയ അനുഭവങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നോണം. ബാങ്കിലുള്ള കാശ് കൂടിക്കൂടി വന്നാൽ നരകത്തിൽ പോകാൻ സാധ്യത കൂടുതലാണ്. ഇത് കൂടിക്കൂടി വന്നാൽ സ്വർഗത്ത് പോകാൻ ചാൻസ് കൂടുതൽ. അതാ പത്രോസ് പഠിപ്പിക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് അതാ പഠിപ്പിക്കുന്നത്. സസ്തനോസിനെ കൊണ്ട് ലേഖനം എഴുതിയ പത്രോസ് അതാ പഠിപ്പിക്കുന്നത്. നമ്മൾ ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അതിലേക്ക് വരിക. വേഗം നമുക്ക് നിർത്താം, ചില മിനിറ്റുകൾ മാത്രം. എന്താ പത്രോസ് പറയുന്നത്? ഇനി വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവയുണ്ടായി ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അപ്പൊ ഇവ ഉണ്ടാകുകയും ഇവ വർദ്ധിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ എന്തോ സംഭവിക്കും?
കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഉത്സാഹവും ഇല്ലാത്തവരായി നമ്മൾ പോകും. ഇവ ഉണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരായി നമ്മൾ തീരും, ഫലമുള്ളവരായി തീരും. അങ്ങനെ ആകുന്നില്ലെങ്കിൽ ഉത്സാഹമില്ലാത്തവരായി പോകും, നിഷ്ഫലന്മാരായി തീരും, ഫലമില്ലാത്തവരായി തീരും. അവയില്ലാത്തവനോ കുരുടൻ അത്രേ, കുരുടൻ, ആത്മീക അന്ധൻ. കർത്താവ് ഈ ഭൂമി വരുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ജനത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. പഠിപ്പിച്ച് കർത്താവ് നോക്കുമ്പോൾ കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. ആ അവസ്ഥയിലേക്ക് ഇന്ന് സഭയും പോയിക്കൊണ്ടിരിക്കുക. ആത്മീക കുരുടന്മാരും ആത്മീക കുരുടികളും കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ആത്മീയകോളം. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ആരും അങ്ങനെ ആകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് തൽക്കാലം കാഴ്ചപ്പാട് പ്രാപിക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. ഷോർട്ട് സൈറ്റ്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ കാറ്, വീട്, ലോറി, ഏക്കർ കണക്കിന് തോട്ടം, പിന്നെ വീടോട് വീട് കൂട്ടുകയും വയലോട് വയൽ കൂട്ടുകയൊക്കെ ചെയ്യുന്ന ഹ്രസ്വദൃഷ്ടിയുള്ളവർ. നമ്മൾ ആ ഹ്രസ്വദൃഷ്ടിയുള്ളവരല്ല. നമുക്ക് ദീർഘദൃഷ്ടിയുണ്ട്. നമുക്ക് പുതിയ ആകാശം പുതിയ ഭൂമിയെക്കുറിച്ചും രൂപാന്തര ശരീരത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും ആത്മീകമായ സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഏറിയ ദൃഷ്ടിയുള്ളവരായി നമ്മൾ ആയിത്തീരണം. ഭൂമിയിലെ കാര്യങ്ങളെ കാണുന്നവനാണ് ഹ്രസ്വദൃഷ്ടിയുള്ളവൻ. അവയില്ലാത്തവനോ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. അത് മാത്രമല്ല, തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നാൽ പിന്നെ നമ്മൾ ആരായി? പാപിയായി. എൻ്റെ ദൈവമേ, ഈ വേദഭാഗം ആദ്യമായിട്ട് ഞങ്ങളെ ദേവദാസം പഠിപ്പിച്ചപ്പോൾ ഞാൻ കിടന്ന് തുള്ളിച്ചാടി. കാരണം എന്താ? എത്ര മഹത്തരമായ ഒരു സത്യമാണ് പൗലൂസ് പഠിപ്പിക്കുന്നത്. ഇത് പഠിപ്പിക്കാൻ ഇന്ന് പാസ്റ്റർമാരില്ലെന്ന് ഓർക്കുമ്പോഴോ, കണ്ട ചപ്പും ചവറും ജനത്തെ തീറ്റിച്ച് ഒരു ഗുണനിലവാരമില്ലാത്ത വിഷയങ്ങളെടുത്ത് പ്രസംഗിച്ച് ജനത്തെ ലോകത്തിലേക്കും നാശത്തിലേക്കും വലിച്ചടയ്ക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അവയില്ലാത്തവനോ ഹ്രസ്വദൃഷ്ടിയുള്ളവരും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സൗരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാൻ ശ്രമിക്കുകയും. വിളിക്കപ്പെട്ടൊരു അനേകരികളിൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ചുരുക്കം. അനേകരെ ദൈവം വിളിച്ചു എന്നുള്ളത് സത്യമാണ്. അനേകരെ ദൈവം രക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. അനേക ഹിന്ദു സഹോദരന്മാര്, ഇസ്ലാം സഹോദരന്മാര്, പാരമ്പര്യ ക്രിസ്ത്യാനികളെയൊക്കെ രക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ രക്ഷിച്ചെടുത്തവരിൽ നിന്നൊരു സെലക്ഷൻ, ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഈ പട്ടാളത്തിൽ ആളെടുക്കാൻ ചെല്ലാൻ നേരത്ത് 500 പേർക്കുള്ള ആളെ ആവശ്യമുണ്ടെങ്കിൽ 5000 ആപ്ലിക്കേഷൻ അവർ വിൽക്കും. അതിലും ഒരു തട്ടിപ്പാണ്. ഈ ആപ്ലിക്കേഷൻ 300 രൂപ വെച്ച് വിറ്റ് 5000 കാശ് എത്രയായി? സർക്കാർ നമ്മളെ പിഴിയാനിരിക്കുകയല്ലോ, നന്നാക്കാനിരിക്കുന്നില്ലല്ലോ. ഏത് സർക്കാർ വന്നാലും ശരിയാണ്. സർക്കാർ നമ്മളെ നന്നാക്കാനിരിക്കുന്നവരല്ല, നമ്മളെ കൊന്നു തിന്നാനിരിക്കുന്നവരാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഒരു പിശാചിൻ്റെ കളിയാണ് അവരിലൂടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഹല്ലേലൂയ. അതുകൊണ്ട് സൗരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഈ വിളിയും തെരഞ്ഞെടുപ്പും എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? പറയാമോ? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സഹോദരത്തോട് സ്നേഹം. കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വിളിച്ചു എന്നുള്ളതൊക്കെ ശരിയാ, തെരഞ്ഞെടുത്തു എന്നുള്ളതൊക്കെ ശരിയാ, കർത്താവ് വരുമ്പോൾ ഇവിടെ കിടക്കും. അതാണ് ദൂത്. ഇതൊന്നും ആർക്കും ഇഷ്ടമല്ല, ഇഷ്ടപ്പെടണ്ട. ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ടാൽ മതി. അതുകൊണ്ട് സൗരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പം വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാതെ പോയാൽ എന്ത് സംഭവിക്കും? ഇടറിപ്പോകും. കർത്താവിന്റെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടത്തില്ല. അങ്ങനെ പഠിക്കണം.
ഇത് പഴയ വിശുദ്ധന്മാർ പഠിപ്പിച്ച വചനങ്ങളായി ഞാൻ ഈ പറയുന്നേ. 25 വർഷം ഒരു പെന്തക്കോസ്തുകാരനായിരുന്നിട്ട് ഈ വചനം ഒന്നും കേട്ടിട്ട് പോലുമില്ല. വയോവൃദ്ധന്മാരായ ദൈവവൃദ്ധന്മാര് വന്ന് ഈ വചനം പഠിപ്പിച്ചപ്പോഴാണ് വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലായത്. ഒരു 10-60 വയസ്സാകാതെ പൊത്ത് കൊടുത്തുകൊണ്ട് ശുശ്രൂഷയ്ക്ക് പോലും ഇറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ദൈവമാക്കി വെക്കുന്നെങ്കിൽ ഓക്കെ, എനിക്കതിനെതിരില്ല, ഓക്കെ. പക്ഷേ ദൈവമാക്കി വെച്ചെന്നും പറഞ്ഞ് കണ്ട ചപ്പും ചവറും ജനത്തെ തീറ്റിച്ചാലുണ്ടല്ലോ, ആടുകളെ തീറ്റിച്ചാലുണ്ടല്ലോ, കണക്ക് ദൈവത്തോട് കൊടുക്കേണ്ടി വരും. രക്ഷയ്ക്കായി വളരുവാൻ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ ഇതാണ് പ്രിയമുള്ളവരെ. മായമില്ലാത്ത പാലായ ഈ പഥ്യവചനം, പഥ്യോപദേശം ജനത്തെ പഠിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അതിനും അർത്ഥങ്ങളുണ്ടെന്നേ. ഈ വചനം പഠിപ്പിച്ച് വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയം, ഇന്ദ്രിയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സൗരപ്രീതി, സൗരപ്പോട് സ്നേഹം, സ്നേഹം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവരാജ്യത്തിലെ പ്രവേശനം ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കും. ഈ പരിജ്ഞാനം പ്രാപിക്കുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് സുഗമമായി പോകാനുള്ള വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ധാരാളമായി നമ്മൾ പ്രാപിക്കും. തടസ്സം കൂടാതെ നമുക്ക് ധാരാളമായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആത്മീകമായ ജ്ഞാനവും സ്വർഗീയമായ ജ്ഞാനവും വചനത്തിൻ്റെ ജ്ഞാനവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ധാരാളമായി ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ സാധ്യതകൾ നമ്മുടെ മുൻപിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ എന്തു പറ്റും? ഒന്നും കിട്ടത്തില്ല. കുരുടന്മാരായി, ആത്മീക വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ആത്മീക കുരുടന്മാരായി, ആത്മീക ദരിദ്രന്മാരായി, ആത്മീക നഗ്നന്മാരായി, തന്നിമിത്തം അരിഷ്ടന്മാരും നിർഭാഗ്യവന്മാരുമായി നിത്യനാശത്തിലേക്ക് പോകാനിടയായി. വെളിപ്പാട് 3-ൽ പറയുന്ന ആത്മീക ദാരിദ്ര്യം ദൈവസഭയുടെ സമ്പത്ത് ഉപദേശമാണ്. ആ ഉപദേശം വിട്ടുകളഞ്ഞപ്പോൾ സഭ ദാരിദ്ര്യത്തിലേക്ക് പോയി. കുരുടെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിലാണ് അപ്പോസ്തലന്മാർ ദൈവവചനം പ്രസംഗിച്ചത്, ആത്മാവിലാണ് പ്രസംഗിച്ചത്. എൻ്റെ വചനത്തിൻ്റെ പ്രസംഗം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. പരിശുദ്ധാത്മാവിലാണ് അവർ വചനം പ്രസംഗിച്ചത്. ഇന്ന് ജഡത്തിലാണ് പ്രസംഗിക്കുന്നത്. ജഡത്തിലാണ് ശുശ്രൂഷകൾ. കൺവെൻഷൻ നടത്തുന്ന ജഡത്തിലാ, ഉപവാസ പ്രാർത്ഥന ജഡത്തിലാ, എല്ലാം ജഡത്തിലാ. ജനറൽ കൺവെൻഷനൊക്കെ ജഡത്തിൽ നടത്തിക്കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ കാശ് കൊയ്തെടുക്കാം. ഭാരവാഹികളുടെ കീശ നിറയും, ഒപ്പം നരകവും നിറയുമെന്ന് ഓർത്തോണം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിനിയിപ്പോൾ ഈ പണ്ടാരണ്ടം പറഞ്ഞില്ല കുഴിയിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന നമുക്കിനി ഇതൊക്കെ പൊതിഞ്ഞു പറയേണ്ട ഒരു കാര്യവുമില്ല. ഇതെല്ലാം പറഞ്ഞു തീർത്ത് വേഗം പോകാൻ നോക്കുന്നതാണ് എൻ്റെ പദ്ധതി. മരണം എപ്പോൾ സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കാനില്ലെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. കാരണം എനിക്ക് കർത്താവിനെ പ്രസാദിച്ചാൽ മതി, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്താൽ മതി. മനുഷ്യരോട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിരപ്രാപിച്ച് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ നടക്കുന്നവനല്ല ഞാൻ. എന്നാൽ ഇന്നത്തെ പാസ്റ്റർമാർ സുവിശേഷം പ്രസംഗിച്ച് കസേര ഉറപ്പിക്കാനും കാശുണ്ടാക്കാനും നടക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. അവരെ ഓർത്ത് ഞാൻ എൻ്റെ തല കുനിക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ കരയുന്നു, നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ഇത്ര മനോഹരമായ വചനങ്ങൾ പറഞ്ഞങ്ങ് നിർത്തട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിപ്പിൻ. എങ്ങനെയാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്? വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയവും, ഇന്ദ്രിയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നത്. വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ, വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകത്തില്ല, അല്ലെങ്കിൽ ഇടറിപ്പോകും. ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള ധാരാളമായ പ്രവേശനത്തിൻ്റെ ഉപദേശമാണ് ഈ പത്രോസ് ഇവിടെ നമുക്ക് തരുന്നത്. കരാനുള്ള കാരണം എന്താ അറിയാം? പത്രോസിനുള്ള കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ നിനക്ക് തരുന്നു. നിനക്ക് തരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോലായത്. ഈ വചനം കേട്ട് സ്വർഗരാജ്യത്തേക്ക് പോകാം. മനസ്സിലായോ? താക്കോല് തന്നിരിക്കുക, തുറന്നു തന്നിരിക്കുക. വചനത്തിന്റെ വെളിപ്പാട് തുറന്നു തന്നിരിക്കുക സഹോദര. എനിക്ക് നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുക. നമ്മൾ ആളിൽ കുറവാണെന്നോർത്ത് ഭാരപ്പെടണ്ട. ആള് കൂടിയ പാമ്പ് യാകത്തില്ല, ആള് കൂടിയ സഭായോഗം അനുഗ്രഹമാകത്തില്ല. ആള് കൂടുന്തോറും സഭായോഗം വഷളാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സമർപ്പിച്ചതിന് സ്തോത്രം ചെയ്താട്ടെ.
ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുക. ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം കരുണ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കേൾക്കുന്നവരില്ല ഇത് ഈ വചനം ഉപകാരപ്പെടുക ഈ കൂട്ടായ്മ ആത്മസന്തോഷത്തിൽ പിരിയുവാൻ സ്വർഗത്തിലെ ദൈവം അവിടെ ദൈവം ഇത്തരം സമയങ്ങളിൽ ദൈവം എടുത്തെങ്കിൽ ഈ വചനം കേട്ട് ആത്മീയ സന്തോഷം പ്രാപിക്കാൻ ദൈവനായ സ്തോത്രം. നല്ലൊരു കൂട്ടായ്മ ദൈവം കൂട്ടിവരുത്തനായ സ്തോത്രം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം ചെയ്യാം. കർത്താവ് തന്ന വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹവും യേശുക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായ്മയും നമ്മോടും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും വിശേഷാൽ എക്സ്പെഷ്യലി ഈ 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വാക്യം കേൾക്കാൻ പോകുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടവരോടും കർത്താവിന്റെ വരവരെ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മൂലം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. കർത്താവായ യേശുവിന്റെ കൃപ നമ്മുടെ കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.